ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ എന്ന വണ്ടി ജന സർവീസായിട്ട് കയറ്റിയതാണ്. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വലിയ പഴക്കമില്ലാത്ത ലൈനറാണ്, കമ്പനി ലൈനറാണ് കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ്റെ ഭാഗം ചെയിൻ ടൈറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നല്ല ലൂസാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് തീർന്ന് നിൽക്കണേ. ഒന്നുമല്ല നമുക്കതൊരു കണ്ണി എടുത്തിട്ട് കട്ട് ചെയ്ത് കയറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിക്കാനായിട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ തൽക്കാലം കണ്ണി എടുത്തിട്ടാലും മതി, പക്ഷേ ചെറിയൊരു സൗണ്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണി എടുത്തിട്ട് തന്നെയും തൽക്കാലം കയറ്റി ചെയിൻ വലിച്ച് കറക്റ്റ് ആക്കണം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കുറച്ച് പൊടിയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. കാർബേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഓൾറെഡി കാർബേറ്ററിൻ്റെ അടിഭാഗത്ത് ശരിക്കും ഈ പൂപ്പൽ പിടിച്ച പോലെ രീതിയിലാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അത് ശരിക്കും ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. ഓവർഫ്ലോ പിന്നീട് വരാനും സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ആ നീഡിലൊന്ന് അടയണ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം നമുക്കൊരു സ്റ്റെപ്പ് പോലെ തേമാനം വന്നിട്ട് എടുത്തു പോയേക്കണം. അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. വീണ്ടും റിപ്പീറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്കത് ഒന്നോലെ ലെയ്ത്തിലോ തന്നെ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് കാർബേറ്റർ മാറ്റിയിടേണ്ട സിറ്റുവേഷൻ വരും കേട്ടോ. പിന്നെ ഈ സ്ലോജറ്റൊക്കെ നോക്കുമ്പോൾ സ്ലോജറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ടും കംപ്ലയിൻ്റ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മീറ്റർ വർക്കിംഗ് അല്ലാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ നിലവിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ വന്ന മെക്കാനിസം ഉണ്ടല്ലോ, മീറ്ററിൻ്റെ മെക്കാനിസം ടൈറ്റാണ്. അതേപോലെ കേബിള്, വീലിൻ്റെ അകത്ത് തന്നെ ക്രൗണ്ട് പിന്നിന് അങ്ങനെ സെറ്റ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാരണം ആ മെഷീൻ അതിൻ്റെ കിലോമീറ്റർ മറയുന്ന ആ മെഷീൻ ഓൾറെഡി കംപ്ലയിൻറ്റാണ്, ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ മാത്രം മാറ്റിയിട്ടാൽ നിൽക്കില്ല. അത് കംപ്ലയിൻറ്റ് വീണ്ടും അത് ടൈറ്റായിട്ട് കേബിൾ പൊട്ടിപ്പോവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ പൊട്ടിയിരിക്കുക. ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ പൊട്ടിയിരിക്കാതുണ്ട. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിന്നെ നിലവിൽ പെട്രോൾ മീറ്റർ വർക്കിംഗ് ആവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ടാങ്കിനകത്ത് വന്ന അത് ഈ ഫ്ലോട്ട് യൂണിറ്റ് അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിൽ തന്നെ ഫ്ലോട്ടിൻ്റെ കോൺടാക്റ്റ് കൃത്യമായിട്ട് കിട്ടാത്തതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ ഫ്ലോട്ട് യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് ഹാൻഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ കോൺസെപ്റ്റിൻ്റെയാണ്. തൽക്കാലം നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 100% പെർഫെക്ഷൻ ആവില്ല കേട്ടോ. അപ്പോൾ അത് തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യാം. അതിന് ശേഷം കൂടുതൽ പ്രോബ്ലം തന്നെ വരുമ്പോൾ നമുക്ക് അഴിച്ചത് മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിലും നല്ല ഓയിലാണ്, വലിയ പഴക്കമൊന്നും ഇല്ലാത്ത ഓയിലാണ് കേട്ടോ. നല്ല ഓയിലാണ് കിടക്കുന്നത്. പിന്നെ ഓൾറെഡി നമുക്ക് ബാറ്ററി ഇടുന്നുണ്ടെങ്കിൽ കൂടി ബാറ്ററി ലൈനൊന്നുമില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. കൺവെർട്ടർ യൂണിറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ബാക്കിൽ ഈ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണ എസ്റ്റിമേറ്റാണ് ഇടുന്നത്. ചെയിൻ സ്പോക്കറ്റ് കട്ട് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ കൂട്ടുന്നത്. ചെയിൻ സ്പോക്കറ്റ് കട്ട് ചെയ്തിടാം, കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക, സ്ലോജറ്റ് ക്ലീൻ ചെയ്ത് കിട്ടി നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ ടാങ്കിൻ്റെ ഫ്ലോട്ട് പെട്രോൾ മീറ്റർ കറക്റ്റ് ആവണമെങ്കിൽ ടാങ്കിൽ വന്ന ഫ്ലോട്ട് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. സ്പീഡോമീറ്റർ കേബിൾ ക്രൗണും പിന്നിനും ആ മെഷീനും കൂടി മാറ്റിയാലാണ് മീറ്ററിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് 2 മീറ്ററും വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കുക, എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം. ഈ ബാക്കിലത്തെ ടൈലൈറ്റ് ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബും വർക്കിംഗ് അല്ല. അപ്പോൾ അതടക്കൊണ്ട് അതുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.